ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് നെറ്റ് എക്സാം ഒക്കെ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. കാരണം അതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ടാകും. നെറ്റിന് പ്രിപ്പയർ ചെയ്ത ഭൂരിഭാഗം പേർക്കും പേപ്പർ വണ്ണിൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്ന 3 ഏരിയാസ് ആണെങ്കിൽ 3 മൊഡ്യൂൾസ് ആണ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, മാത്തമാറ്റിക്കൽ റീസണിങ്, അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്. മെജോറിറ്റി ആൾക്കാർക്കും ഡിഫിക്കൽട്ട് ഏരിയയാണ്. മെജോറിറ്റി ഡിഫിക്കൽട്ട് ആണെന്നുള്ളത് തന്നെ ഈ ഒരു 3 പോർഷൻസ് അഥവാ 3 മൊഡ്യൂൾസിന് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ബാക്കിയുള്ളവർക്ക് ഡിഫിക്കൽട്ട് ആണെന്ന് പറയുമ്പോൾ നമ്മളതിൽ കൂടുതൽ എഫേർട്ട് ഇട്ട് നമുക്കത് ഈസി ആവുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മറ്റുള്ളവരെക്കാൾ സ്കോർ നമുക്ക് നേടാൻ കഴിയും. സോ ഈ ഒരു 3 ടോപ്പിക്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു 3 ടോപ്പിക്സിൻ്റെ ബേസിക്സ് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ പ്രോബ്ലംസ് ഇനി എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാമെന്നുള്ളതും കൂടി നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് അത്തരം കാര്യങ്ങൾ കവർ ചെയ്തുകൊണ്ട് നമ്മളൊരു പുതിയ വീഡിയോ സീരീസ് തുടങ്ങുന്നുണ്ട്. സോ ആ വീഡിയോ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ് ഇത്. നെറ്റ് കോച്ചിങ് അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മാത്തമാറ്റിക്സ് എന്നാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ. സോ മാത്തമാറ്റിക്സിൽ ബ്ലഡ് റിലേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡ് റിലേഷൻസിൻ്റെ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ 2 പോയിന്റ്സ് ഉണ്ട്. ഈ ഒരു 2 പോയിന്റ്സ് ആണ് ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടേക്ക് സർ ഓക്കെ. സോ ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടോപ്പിക് എഴുതിയേക്കുക അല്ലേ. സോ ബ്ലഡ് റിലേഷൻ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക്. അതിൽ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നോ ആസംഷൻ. നോ ആസംഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ക്വസ്റ്റ്യനിൽ പറയാത്ത ഒരു കാര്യവും നിങ്ങൾ എന്ത് ചെയ്യരുത്, അസ്യൂം ചെയ്യാൻ നിൽക്കരുത്. പ്രത്യേകിച്ച് ജെൻഡർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ജെൻഡർ ഒരിക്കലും അസ്യൂം ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളത് വിഷ്ണു ഈസ് ദ ചൈൽഡ് ഓഫ് രാഹുൽ. എന്താ പറഞ്ഞിട്ടുള്ളത്? വിഷ്ണു ഈസ് ദ ചൈൽഡ് ഓഫ് രാഹുൽ. വിഷ്ണു എന്ന് പറയുന്നത് രാഹുലിൻ്റെ കുട്ടിയാണ് എന്ന് വെച്ചിട്ട് നമുക്ക് വിഷ്ണുവിൻ്റെ ജെൻഡർ ഇവിടെ സ്പെസിഫൈഡ് ആണോ? ചൈൽഡ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, വിഷ്ണുവിൻ്റെ ജെൻഡർ മെയിലാണ്. ഇവിടെ ചൈൽഡ് എന്നാ പറഞ്ഞിട്ടുള്ളത്. വിഷ്ണു എന്ന് പറയുന്നത് രാഹുലിൻ്റെ കുട്ടിയാണ്. ബട്ട് വിഷ്ണു ആണാണോ പെണ്ണാണോ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ? സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് വിചാരിക്കും, വിഷ്ണു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെന്താ ആൺകുട്ടി വിടുന്ന പേരാണ്. സോ എന്താണ്, ആൺകുട്ടിയാണ്. ആ ഒരു ആസംഷൻ നമ്മുടെ ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻസിൽ പാടില്ല. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലേ, നിങ്ങളായിട്ട് അസ്യൂം ചെയ്യരുത്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്കവിടെ ജെൻഡർ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് നോ ജെൻഡർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ദെൻ നോ റിലേഷൻ. നമുക്ക് റിലേഷൻ സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. ജെൻഡർ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻ നമുക്ക് വരാൻ പറ്റില്ല. നമുക്കൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ എ ബി സി എടുക്കാം. സോ എ എന്ന് പറയുന്നത് ഒരു മെയിലാണെന്ന് വിചാരിക്കാം. എക്ക് ഒരു മകനുണ്ട് ബി. മകനാണെന്ന് പറയുന്നത് അതും എന്തുതന്നെയാണ്, മെയിലാണ്. ബിക്ക് ഒരു കുട്ടിയുണ്ട് സി. കുട്ടീനെ പറഞ്ഞിട്ടുള്ളൂ, ജെൻഡർ പറഞ്ഞിട്ടില്ല. സോ 3 എണ്ണം പറഞ്ഞു. എയുടെ മകൻ ബി, ബിന്റെ കുട്ടി സി. മകനാണോ മകളാണോ എന്ന് പറഞ്ഞിട്ടില്ല. സി എൻ്റെ ആരാ എന്നാണ് ചോദ്യം. എനെ സംബന്ധിച്ചിടത്തോളം ആരാണ് സി? ബി എന്ന് പറയുന്നത് സണ്ണാണ്. സി എന്ന് പറയുന്നത് ആരാ, എൻ്റെ ആരൊക്കെ ആവാം ആലോചിച്ച് നോക്കുക. ഗ്രാൻഡ് സൺ ആവാം ഓർ ഡോട്ടർ ആവാം. ഇതിൽ ഏതാ നമുക്ക് പറയാൻ പറ്റുമോ? ഗ്രാൻഡ് സൺ ആവാം, ഗ്രാൻഡ് ഡോട്ടർ ആവാം എന്നല്ലാണ്ട് ഇതിൽ ഏതാണെന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം ജെൻഡർ പറഞ്ഞിട്ടില്ല. സോ ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മെയിനായിട്ടും ഈ 2 പോയിന്റ്സിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് അസ്യൂം ചെയ്യാൻ നിൽക്കരുത്. ജെൻഡർ ഒരിക്കലും പേര് വെച്ച് നിങ്ങൾ ജെൻഡർ അസ്യൂം ചെയ്യരുത്. കാരണം പല സമയങ്ങളിലും നിങ്ങളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ ജെൻഡർ അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാൻ നിൽക്കരുത്, റിലേഷൻ പറയാൻ നിൽക്കരുത്. ജെൻഡർ അറിയില്ല, നമുക്ക് റിലേഷൻ അറിയില്ല. ഓക്കെ. സോ ഇനി എങ്ങനെയാണ് സോൾവ് ചെയ്യാന്നുള്ളത്, അതായത് നമുക്ക് സിമ്പിളായിട്ട് ഡയഗ്രാം വരച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നതോട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വെച്ച് തന്നെ ചെയ്യാം. ഈ ബ്ലഡ് റിലേഷൻ്റെ കേസിൽ നിങ്ങൾക്കൊരു ഫോർമാറ്റ് എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. അതായത് ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഈ ഒരു ഫോർമുല നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി ആൻസർ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം,
മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രമേ ഇതിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് തുടങ്ങാം. ഇഫ് എ ഈസ് ദ ബ്രദർ ഓഫ് ബി, നമുക്ക് ആദ്യം തന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കുക അല്ലേ. ഇഫ് എ ഈസ് ദ ബ്രദർ ഓഫ് ബി, ബ്രദർ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, ഞാനിവിടെ മെയിൽ ആണെന്ന്, ഞാനിവിടെ മെയിൽ കാറ്റഗറി ആണെന്ന് അല്ലെങ്കിൽ മെയിൽ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു പ്ലസ്സും ഫീമെയിൽ ആണെന്ന് കാണിക്കാൻ മൈനസ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു സിമ്പിൾ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ, വേറെ അർത്ഥം കാര്യങ്ങളൊന്നും വെച്ചിട്ടല്ല, ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഒരു സിമ്പിൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു എന്ന് മാത്രം. സോ ഇവിടെ എന്ത് ചെയ്തു, ഇപ്പോൾ എ എന്ന് പറയുന്നത് മെയിലാണ്, കാരണം ബ്രദർ ആണെന്ന് പറയുന്നത് ഓഫ് ബി. ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ബിന്റെ ജെൻഡർ വ്യക്തമല്ല. സോ ഇങ്ങനെ എഴുതി, ദെൻ ബി ഈസ് ദ സിസ്റ്റർ ഓഫ് സി. ബി എന്ന് പറയുന്നത് ആരാണ്, സിയുടെ സിസ്റ്റർ ആണ്. സോ ജെൻഡർ എന്താണ്, ഫീമെയിൽ ആണ് എന്ന് കിട്ടും. ദെൻ സി ഈസ് ദ ഫാദർ ഓഫ് ഡി. സി ആരാണ്, ഡിയുടെ ഫാദർ ആണ്. ഡിയുടെ ഫാദർ, ഇവിടെ എന്താണ്, ഫാദർ ആയതുകൊണ്ട് മെയിലായി. ഹൗ ഡി ഈസ് റിലേറ്റഡ് ടു, ഡിയും എയും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് ക്വസ്റ്റ്യൻ തന്ന പ്രകാരം എ മെയിലാണ്, സി മെയിലാണ്, ബി ഫീമെയിൽ ആണെന്ന് അറിയാം. ഡിന്റെ ജെൻഡർ നമുക്കറിയൂ, ഇല്ല തന്നിട്ടില്ല. സി ഈസ് ദ ഫാദർ ഓഫ് ഡി എന്ന് പറഞ്ഞിട്ടുള്ളൂ. സി എന്ന് പറയുന്നത് ഡീൻ്റെ ഫാദർ ആണ്, ഡിന്റെ ജെൻഡർ പറഞ്ഞിട്ടില്ല, സൺ ആവാം ഡോട്ടർ ആവാം. സോ നമുക്ക് എന്തല്ല, ഡീന്റെ ജെൻഡർ സ്പെസിഫൈഡ് അല്ല. ജെൻഡർ അറിയാത്തതുകൊണ്ട് നമുക്ക് ഡി എയുമായിട്ടുള്ള റിലേഷൻ പറയാനും പറ്റില്ല. സിമ്പിൾ അല്ലേ. ഇവിടെ ഡി മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് പറയാത്തത് കാരണം ഡിയും എയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇവിടെ ആൻസർ എന്താ, കനോട്ട് ബി ഡിറ്റർമൈൻഡ്. ക്ലിയർ അല്ലേ. ഇനി ഡയഗ്രാം വരച്ച രീതി, ഇവിടെ നിങ്ങൾ നോക്കുക, എയും ബിയും സിയും എല്ലാം എന്താണ്, സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ആണ്. സോ നമ്മൾ സെയിം ജനറേഷൻ അല്ലേ, ഒരേ ലൈനിൽ കൊടുത്തു. സെയിം ജനറേഷൻ അല്ല, നമ്മൾ ഒരേ ലൈനിൽ കൊടുത്തു. ദെൻ അടുത്തത് ഡി എന്ന് പറയുന്ന ആരാ, സിയുടെ മകനാ. സോ താഴേക്ക് എത്തി അല്ലേ, അടുത്ത ജനറേഷൻ. ഇനി സിന്റെ ഫാദർ ആണെങ്കിലോ തൊട്ട് മുകളിലെ ജനറേഷൻ. അത്രേ ഉള്ളൂ. ഓരോ ജനറേഷനും ഓരോ ലൈൻ ആക്കിയിട്ട് ഹൈറാർക്കിയൽ ഓർഡറിൽ വരയ്ക്കുക ഉള്ളൂ കേട്ടോ. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ലെറ്റ്സ് സേ അടുത്തൊരു ക്വസ്റ്റ്യൻ എടുക്കാം. എ ഈസ് ബീസ് സിസ്റ്റർ. എ ബീന്റെ സിസ്റ്റർ ആണ്, സിമ്പിൾ കൊടുത്തു. ദെൻ സി ഈസ് ബീസ് മദർ. സി എന്ന് പറയുന്നത് ബിയുടെ മദറാണ്, സി എന്ന് പറയുന്നത്. ദെൻ ഡി എന്ന് പറയുന്നത് സിന്റെ ഫാദറാണ്, സിന്റെ മുകളിൽ വന്നു അല്ലേ. ഡി എന്ന് പറയുന്നത് സിയുടെ ഫാദറാണ്, ജെൻഡർ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇ എന്ന് പറയുന്നതോ ഈസ് ദ ഡീസ് മദർ. ഇ എന്ന് പറയുന്നത് ഡീന്റെ മദറാണ്, അതിൻ്റെ മുകളിൽ. ഇ എന്ന് പറയുന്നത് ഡിയുടെ മദറാണ്. ദെൻ ഹൗ ഈസ് എ റിലേറ്റഡ് ടു ഡി. എയും ഡിയും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിട്ടുള്ളത്. എ എങ്ങനെയാണ് ഡിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് ഡിയെ സംബന്ധിച്ചിടത്തോളം ആരാണ് എ, അതാണ് ചോദ്യം. കറക്റ്റായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ധൃതി കൂട്ടി പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ആൻസർ നിങ്ങൾക്ക് തെറ്റും. കാരണം ഡിനെ സംബന്ധിച്ച് ആരാണ് എ എന്നുള്ളതും എനെ സംബന്ധിച്ച് ആരാണ് ഡി എന്നുള്ളതും രണ്ടും രണ്ട് ആൻസറാണ്. നമുക്ക് നോക്കാം. ഇവിടെ ജെൻഡർ നമുക്ക് രണ്ടുപേരുടെയും അറിയാം. എ എന്ന് പറയുന്നത് ഫീമെയിൽ ആണ്, ഡി എന്ന് പറയുന്നത് മെയിൽ ആണ്, നമുക്ക് വ്യക്തമായിട്ട് അറിയാം. സോ അവിടെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇനി എനെ സംബന്ധിച്ച് ആരാണ് ഡി എന്നുള്ളതും ഡിനെ സംബന്ധിച്ച് ആരാണ് എ എന്നുള്ളതും നോക്കല. ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് അറിയണ്ടോ, ഹൗ ഈസ് എ റിലേറ്റഡ് ടു ഡി, അതായത് ഡിനെ സംബന്ധിച്ച് ആരാണ് എ, ആരാണ് എ താഴെ, അതായത് നമ്മുടെ തൊട്ട് താഴെയുള്ള ജനറേഷൻ്റെയും താഴെ. സോ നമ്മൾ എന്ത് പറയും, ഡോട്ടർ, ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറയും. ഇവിടെ ഫീമെയിൽ ആയതുകൊണ്ട് ഗ്രാൻഡ് ഡോട്ടർ ആണ് ആൻസർ വരിക അല്ലേ. മെയിൽ ആണെങ്കിൽ ഗ്രാൻഡ് സണ്ണ് വരും. ഇനി എക്ക് ഡി ആരാ, ഇതിപ്പോൾ ഡിക്ക് ആരാണ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീൻ്റെ ഗ്രാൻഡ് ഡോട്ടർ ആണ് എ. എനെ സംബന്ധിച്ച് ആരാ, ഗ്രാൻഡ് ഫാദർ ആണ് അല്ലേ. സോ അതാ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇനി സപ്പോസ് എയും ഇയുമായിട്ടുള്ള റിലേഷൻ ചോദിച്ചാലോ, എൻ്റെ ആരാണ് ഇ, ആരായിരിക്കും, എനെ സംബന്ധിച്ചിടത്തോളം ഇ എന്ന് പറയുന്നത് ആരാ, ഗ്രാൻഡ് ഫാദറിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ ഗ്രേറ്റ് എന്നാണ് കൊടുക്കുക കേട്ടോ. അതായത് ഗ്രാൻഡിൻ്റെ മുകളിൽ നമ്മൾ എന്ത് കൊടുക്കും, ഗ്രേറ്റ് ആഡ് ചെയ്ത ശേഷം ഗ്രേറ്റ് ഗ്രാൻഡ് മദർ, ഇവിടെ ഫീമെയിൽ ആയതുകൊണ്ട് ഗ്രേറ്റ് ഗ്രാൻഡ് മദർ കൊടുക്കും. ഈനെ സംബന്ധിച്ച് ആരാണ് എ എന്ന് പറയുന്നത്, ഈനെ സംബന്ധിച്ച് എ ആരാ, എ എന്ന് പറയുന്നത് ഗ്രേറ്റ് ഗ്രാൻഡ് ഡോട്ടർ. ഓക്കെ, സോ അത് മനസ്സിലാക്കാം കേട്ടോ. ഇതേപോലെ ടേംസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നില്ലാണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിച്ചാൽ മതി. നമ്മൾ ആ ഒരു ടേംസും കാര്യങ്ങളും വെച്ചൊരു PDF അല്ലെങ്കിൽ വീഡിയോ എല്ലാം റെഡിയാക്കി തരാം. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ. Q ഈസ് ദ ബ്രദർ ഓഫ് ആർ. എഴുതാല്ലേ.
ക്യൂ എന്ന് പറയുന്ന ആരാണ്? ബ്രദറാണ് ഓഫ് ആരുടെ? ആറിൻ്റെ. ദെൻ പി ഈസ് ദ സിസ്റ്റർ ഓഫ് ക്യൂ. പി എന്ന് പറയുന്നത് സിസ്റ്റർ ആണ് ആരുടെ? ക്യൂവിൻ്റെ. ദെൻ ടി ഈസ് ദ ബ്രദർ ഓഫ് എസ്. നിലവിൽ ആരുടെ അല്ല, അതൊന്നും പറഞ്ഞിട്ടുള്ള, സോ അവിടെ നിൽക്കട്ടെ. ദെൻ എസ് ഈസ് ദ ഡോട്ടർ ഓഫ് ആർ. ആറിൻ്റെ ഡോട്ടറാണ് എസ്, സോ ഫീമെയിൽ ആണ്. ഓക്കെ, ആറിൻ്റെ ഡോട്ടറാണ് എസ്. ടി എന്ന് പറയുന്നത് എസിൻ്റെ ബ്രദറാണ്. ടി എന്ന് പറയുന്നത് എസിൻ്റെ ബ്രദർ ആണെന്നും കിട്ടില്ലേ. സോ ഒരു ജനറേഷൻ, അടുത്ത ജനറേഷൻ. ഇനി ചോദ്യം എന്താ? ഹൂ ആർ ദ കസിൻസ് ഓഫ് ക്യൂ? ക്യൂവിൻ്റെ കസിൻസ് ആരാന്നുള്ളതാണ് ചോദ്യം. കസിൻസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ആരാ? സെയിം ജനറേഷനിൽ വരുന്ന ആൾക്കാരെയാണ് നമ്മൾ നോർമലി കസിൻസ് എന്ന് പറയുക. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ക്യൂവിൻ്റെ സെയിം ജനറേഷൻ ആരാ? പിയും ആറും മാത്രമല്ലേ ഉള്ളൂ. ക്യൂവിൻ്റെ സെയിം ജനറേഷനിൽ വരുന്ന പിയും ആറും മാത്രം. ഇപ്പം എന്തേ വരുള്ളൂ? ഇവിടെ പിയും ആറും ഓപ്ഷൻസിലുണ്ടോ നോക്കുക. പിയും ആർ ആൻഡ് പി ഉണ്ട്. സോ ഓപ്ഷൻ നമ്പർ എ ആണ് ആൻസർ വരിക. ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് വരാം, നമ്മുടെ ബ്രദർ സിസ്റ്റർ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളത്. കസിൻ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആയിക്കൂടെ? കസിൻ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യും? വിചാരിക്കേണ്ടി വരും. കാരണം നിലവിൽ നമുക്ക് ക്യൂവിൻ്റെ സെയിം റിലേഷൻ അല്ലെങ്കിൽ സെയിം ആ ഒരു ജനറേഷനിൽ വരുന്ന ആൾക്കാരെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കസിൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. സെയിം ജനറേഷനിലുള്ള ആര് മാത്രമേ വരുന്നുള്ളൂ? പിയും ആറും മാത്രമേ വരുന്നുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്തു? ആർ ആൻഡ് പി ആൻഡ് ആർ ആണ് ആൻസർ എന്ന് പറഞ്ഞു. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിച്ചാൽ മതി കേട്ടോ. നമ്മളത് പരിഗണിച്ചുകൊണ്ട് അടുത്ത വീഡിയോ റെഡിയാക്കുന്നുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ, ബി ഈസ് ദ ഫാദർ ഓഫ് ക്യൂ. ബി എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് ക്യൂവിൻ്റെ ഫാദറാണ്. സോ ക്യൂവിൻ്റെ ഫാദറാണ് ബി. സോ ജെൻഡർ അറിയാം. ദെൻ ബി ഹാസ് ഓൺലി 2 ചിൽഡ്രൻ. ബിക്ക് ആകെ 2 കുട്ടികളേ ഉള്ളൂ. ഓക്കെ, ദെൻ ക്യൂ ഈസ് ദ ബ്രദർ ഓഫ് ആർ. ക്യൂ എന്ന് പറയുന്നത് ബ്രദറാണ് ആരുടെ? ആറിൻ്റെ ബ്രദറാണ് ക്യൂ. ദെൻ ആർ ഈസ് ദ ഡോട്ടർ ഓഫ് പി. ആർ എന്ന് പറയുന്ന ആരാ? ഡോട്ടറാണ് ആരുടെ? പീൻ്റെ. അപ്പോൾ ഇതാരാ? പി ആരായിരിക്കും? ഫീമെയിൽ ആയിരിക്കും അല്ലേ. കാരണം ബി എന്ന് പറയുന്നത് ക്യൂവിൻ്റെ ഫാദർ ആണെന്നും ക്യൂവിൻ്റെ സിസ്റ്ററാണ് ആർ എന്നും ആറിൻ്റെ മദറാണ്. കാരണം പി എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്നത് പീൻ്റെ ഡോട്ടറാന്ന് പറഞ്ഞുള്ളൂ. സോ പി ആരാ? പി മദറേ വരുള്ളൂ. കാരണം നമ്മുടെ ഫാദർ ഓൾറെഡി വന്നിട്ടുണ്ട്. സോ 4 ജെൻഡർ നമുക്ക് കിട്ടി. ഇനി എ ഈസ് ദ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് പി. എ എന്ന് പറയുന്നത് പിയുടെ ഗ്രാൻഡ് ഡോട്ടറാണ്. സോ രണ്ടുപേരുടെ ആരുടെ ആകുമ്പോൾ വരാം കേട്ടോ. സോ ജസ്റ്റ് നമ്മൾ ഇവിടെ കൊടുക്കുകയാണ്. എ എന്ന് പറയുന്നത് പിയുടെ ഗ്രാൻഡ് ഡോട്ടറാണ് എന്ന് കൊടുത്തു. ദെൻ എസ് ഈസ് ദ ഫാദർ ഓഫ് എ. എയുടെ ഫാദറാണ് എസ്. സോ ഇനി ആരുടെ വരുള്ളൂ? ഈ ആറുമായിട്ട് റിലേഷൻ വരാൻ പറ്റുള്ളൂ അല്ലേ. ആറ് മാത്രമായിട്ട് ഫീമെയിൽ. സോ ആറിൻ്റെ ഹസ്ബൻഡാണ് ആര്? എസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൗ ഈസ് എസ് റിലേറ്റഡ് ടു ക്യൂ? എസും ക്യൂവും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദ്യം. ഡയഗ്രാം വരച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കുക എന്നുള്ളത് മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ മാത്രമേ ഓപ്ഷൻ ഉള്ളൂ കേട്ടോ. എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്കത് സിമ്പിളായിട്ട് വരും. സോ ഇനി ക്യൂവും എസും തമ്മിലുള്ള റിലേഷൻ, അതായത് ക്യൂവിനെ സംബന്ധിച്ച് ആരാണ് എസ്? ക്യൂവിനെ സംബന്ധിച്ച് സിസ്റ്ററിൻ്റെ ഭർത്താവാണ് അല്ലേ. സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിനെ നമ്മൾ എന്താ പറയുക? ബ്രദർ ഇൻ ലോ എന്ന് പറയും. സോ ആൻസർ എന്താണ്? ബ്രദർ ഇൻ ലോ. ഇനി ക്യൂ ഒരു കല്യാണം കഴിച്ചിട്ട് ക്യൂവിൻ്റെ ഭാര്യ ഇവിടെ ഉണ്ടെന്ന് ഇരിക്കുക. ക്യൂ ഒരു കല്യാണം ഇവിടെ ഇല്ലാത്ത ടീനെ കല്യാണം കഴിച്ചു ഇരിക്കുക. ടി ഫീമെയിലാണ്. ആറിനെ സംബന്ധിച്ച് ആരാണ് ടി? സിസ്റ്റർ ഇൻ ലോ എന്ന് പറയും കേട്ടോ. സോ അതാ ഞാൻ പറഞ്ഞത്, ഇത്തരം ടേംസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തുതരാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യും കേട്ടോ. ഇത് ജസ്റ്റ് ഈ വീഡിയോ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഇനിയും ഇതുപോലെ കുറേ വീഡിയോ സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, പോയിന്റിങ് ടു എ ഫോട്ടോഗ്രാഫ് ഓഫ് എ ബോയ്, സുരേഷ് സെഡ് ഹീ ഈസ് ദ സൺ ഓഫ് ദ ഓൺലി സൺ ഓഫ് മൈ മദർ. ഹൗ ഈസ് സുരേഷ് റിലേറ്റഡ് ടു ദാറ്റ് ബോയ്? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ തോന്നാം, ബട്ട് പക്കാ സിമ്പിളാണ് കേട്ടോ. ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് സോൾവ് ചെയ്യുക എന്ന് പറയും. അതായത് ഇവിടെ ഇപ്പം എന്താ? ഹീ ഈസ് ദ സൺ ഓഫ് ദ ഓൺലി സൺ ഓഫ് മൈ മദർ. സോ നമ്മൾ ലാസ്റ്റ് താളെയാണ് ആദ്യം എടുത്തത്. ഇവിടെ ലാസ്റ്റ് ആരാ? മൈ മദർ. മദറിനെ അവിടെ കൊടുത്തു. ദെൻ മൈ മദറിൻ്റെ ഓൺലി സൺ, രണ്ടാമത് പറഞ്ഞ റിലേഷൻ ഓൺലി സൺ. സോ മദറിൻ്റെ ഓൺലി സൺ ആണ്. ഓക്കെ, ദെൻ
സൺ ഓഫ് ദ ഓൺലി സൺ. സോ ഈ സണ്ണിൻ്റെ ഓൺലി സൺ കൊടുത്തു. ഇത്രയും കാര്യങ്ങളല്ലേ പറഞ്ഞിട്ടുണ്ടേ. മൈ മദേഴ്സ് ഓൺലി സൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദാഹരണത്തിന് സുരേഷ്, ദാറ്റ് സൺ ഓഫ് ദ ഓൺലി സൺ. സോ സുരേഷിൻ്റെ മകനാണിത് അല്ലേ. മൈ മദേഴ്സ് ഓൺലി സൺ എന്ന് പറഞ്ഞാൽ ഞാനല്ലേ, സൺ കൊടുത്തു. ദെൻ ആ സണ്ണിൻ്റെ മകൻ, അതാണ് ഈ കുട്ടി ചിത്രത്തിൽ കാണിച്ച ബോയ് എന്ന് പറയുന്നത്. സോ ഈ കുട്ടി ആരാ, ഹൗ ഈസ് സുരേഷ്, ഈ കുട്ടിയുടെ ആരാ സുരേഷ്, ഫാദർ അല്ലേ. പക്ക സിമ്പിൾ അല്ലേ. ഞാൻ പറയാം, നിങ്ങൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് സോൾവ് ചെയ്യാന്ന് പറഞ്ഞത് അതാട്ടോ. അതായത് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ആരെയാണോ അയാളെ എടുക്കുക, അവിടെ നിന്നിട്ട് നിങ്ങൾ ആ റിലേഷൻ സോൾവ് ചെയ്ത് പോരുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Pointing to a photograph, Leda says, he is the son of the only son of my grandfather. How is the man in the photograph related to Leda? നമ്മൾ മുന്നേ ചെയ്ത അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ, സോൾവ് ചെയ്യാം. സോ ഓക്കെ, അതിനു മുമ്പ് നിങ്ങൾ നെറ്റിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെന്ന് അറിയാം. കാരണം അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടിട്ടുണ്ടാവുക. സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ കുറേ PDF-കൾ, അതായത് നിങ്ങൾക്ക് ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്തിട്ടുള്ള PDF-കളല്ല, നിങ്ങൾക്ക് കുറേ ഗ്രാഫിക്സും അതേപോലെ തന്നെ മൈൻഡ് മാപ്പ്, ഷോർട്ട് കട്ട് മെത്തേഡ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള PDF-കൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഈ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ആപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്തിട്ട് ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഫ്രീ ആയിട്ടുള്ള കുറേ സെഷൻസ്, മാത്തമാറ്റിക്സിൻ്റെയൊക്കെ ഫ്രീ ആയിട്ടുള്ള കുറേ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതേപോലത്തെ കുറേ വീഡിയോ സീരീസ് PDF ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, സോൾവ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഈ വക കാര്യങ്ങളെല്ലാം നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നുണ്ടാവും. സോ സീരിയസ്ലി നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ എല്ലാം ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, ഫ്രീ ആണ് കേട്ടോ. ഓക്കെ, ആൻസറിലേക്ക് കടക്കാം. എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? ആദ്യം ലാസ്റ്റ് ആളെ എടുക്കാം അല്ലേ. മൈ ഗ്രാൻഡ് ഫാദർ, ലതയുടെ, ഓക്കെ ഒരു മിനിറ്റ്. ഓക്കെ, സോ മൈ ഗ്രാൻഡ് ഫാദർ ഇതാണ് ലത. ലതയ്ക്ക് നമ്മൾ എന്ന് കൊടുത്തു. ലതയുടെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഫാദർ ഉണ്ടായിരിക്കും അല്ലേ. ഫാദർ, അതിൻ്റെ മുകളിൽ ഗ്രാൻഡ് ഫാദർ, ലതയുടെ ഗ്രാൻഡ് ഫാദർ. മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഓൺലി സൺ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇതാണ് അല്ലേ, ഓൺലി സൺ ആണ്. സോ ജെൻഡർ നമുക്ക് കിട്ടി. ഇതും പ്ലസ് ആണ്, ഇതും പ്ലസ് ആണ്. ഇതിൻ്റെ ജെൻഡർ നമുക്ക് അറിയില്ല കേട്ടോ. ലത മെയിൽ ആണോ ഫീമെയിൽ ആണോ നമുക്കറിയാം. നമ്മൾ അസ്യൂം ചെയ്യാൻ നിൽക്കുന്നില്ല, അവിടെ വെച്ചു. സോ ലതയുടെ ഫാദറിൻ്റെ ഗ്രാൻഡ് ഫാദർ, ഓൺലി സൺ. ഹി ഈസ് ദ സൺ ഓഫ് ദ ഓൺലി സൺ. ഈ ഓൺലി സണ്ണിൻ്റെ സണ്ണാണ്. അപ്പോൾ എന്താണ്, ഇയാളുടെ മകൻ. ഓക്കെ, സണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മകൻ. അപ്പോൾ ഇവിടെ എന്ത് വരും, മകൻ നമ്മൾ എന്ത് കൊടുക്കുക, എ എന്ന് കൊടുക്കുക അല്ലേ. സോ എൻ്റെ ജെൻഡർ എന്താ, പ്ലസ് ആണ് നമുക്ക്. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ എങ്ങനെ നമ്മൾ എടുത്തത് എന്നുള്ളത്? ചോദ്യം എന്തായിരുന്നു, ഒരു ഫോട്ടോഗ്രാഫ് കാണിച്ചിട്ടില്ല, അത് പറയുകയാണ് ഹി ഈസ് ദ സൺ ഓഫ് ദ ഓൺലി സൺ ഓഫ് മൈ ഗ്രാൻഡ് ഫാദർ. എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അച്ഛൻ. ഓക്കെ, ഗ്രാൻഡ് ഫാദർ. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരേ ഒരു മകൻ, അതായത് ആരാ, എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛൻ്റെ മകൻ. എൻ്റെ അച്ഛൻ്റെ മകൻ എന്ന് പറയുമ്പോൾ ഫോട്ടോഗ്രാഫ് വേറൊരാളെ കാണിച്ചിട്ടാണല്ലോ, അപ്പോൾ ഞാനല്ല, വേറൊരാളെ കാണിച്ചിട്ട് പറയുകയാണ്, അത് മെയിലാണെന്ന് അറിയാം. സോ ഇങ്ങനെ കിട്ടി. അപ്പോൾ ലതയും ഈ ഫോട്ടോഗ്രാഫിൽ പറഞ്ഞിട്ടുള്ള ആളും തമ്മിലുള്ള റിലേഷൻ എന്താ, ഇതാരാ, ഇത് ജെൻഡർ എന്താ, മെയിലാണ്. ഇയാളുമായിട്ടുള്ള റിലേഷൻ എന്താ, ബ്രദർ അല്ലേ. ലതയെ സംബന്ധിച്ച് ആരാണ്, ആരാണ്, ബ്രദർ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ ആ ക്വസ്റ്റ്യൻ നമ്പർ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതില്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്യും, അല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യും കേട്ടോ. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആണ്, കോംപ്ലിക്കേഷൻ ഉണ്ട്. എല്ലാം നിങ്ങൾ വിചാരിക്കുമ്പോൾ സിമ്പിളാണ് കേട്ടോ. ശ്രദ്ധിച്ചോ. A plus B. If A plus B means A is the mother of B. A minus B means A is a brother of B. A percentage B means A is the father of B. A into B means A is the sister of B. Which of the following shows that P is the maternal uncle of Q? മെറ്റേണൽ അങ്കിൾ എന്ന് പറഞ്ഞാൽ മദറിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് വരുന്ന അങ്കിളിനെ അർത്ഥമല്ലോ കേട്ടോ. സോ ചോദ്യം എൻ്റെ ഉള്ളൂ, ഈ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദറാണെന്നും, അതായത് A പ്ലസ് B എന്ന് പറഞ്ഞാൽ A ആരാ, ബീൻ്റെ മദറാണ്. ദെൻ മൈനസ് എന്ന് പറഞ്ഞാൽ A മൈനസ് B എന്ന് പറഞ്ഞാൽ A ആരാ, ബ്രദറാണ്. ദെൻ അടുത്ത എന്താ, പേഴ്സൻറ്റേജ്. A പേഴ്സൻറ്റേജ് B എന്ന് പറഞ്ഞാൽ ആരാ, A ഫാദർ ആണെന്നും. ദെൻ ലാസ്റ്റ് എന്താ, A ഇൻറ്റു ബി, മൾട്ടിപ്ലിക്കേഷൻ. A ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ A ആരാ,
സിസ്റ്റർ ആണെന്നാണ് തന്നിട്ടുള്ളത്. ഇനി നമ്മളോട് ചോദിച്ച ചോദ്യം എന്താ? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈ ഓപ്ഷൻസിൽ വിച്ച് ഓഫ് ദ ഫോളോവിങ്ങിൽ ഷോസ് ദാറ്റ് പി ഈസ് ദ മെറ്റേണൽ അങ്കിൾ ഓഫ് ക്യൂ. ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏത് ഓപ്ഷനാണ് പി എന്ന് പറയുന്നത് ക്യൂവിൻ്റെ മെറ്റേണൽ അങ്കിൾ ആയിട്ട് വരിക? പി എന്ന് പറയുന്നത് മെറ്റേണൽ അങ്കിൾ ഓഫ് ക്യൂ. മെറ്റേണൽ അങ്കിൾ ആണ്. അങ്കിൾ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ്? പിന്റെ ജെൻഡർ എന്താ? മെയിൽ ആയിരിക്കണം. സോ ഈ ഓപ്ഷൻസിൽ ഏതിലാണ് പറയുന്നത് പി എന്ന് പറയുന്നത് ക്യൂവിൻ്റെ മെറ്റേണൽ അങ്കിൾ ആണെന്ന്? അപ്പോൾ സിമ്പിളാണ്. ഞാൻ പറഞ്ഞ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പിന്റെ ജെൻഡർ എന്താ? പോസിറ്റീവ്, അതായത് മെയിൽ ആണല്ലോ, നമുക്കറിയാം മെറ്റേണൽ അങ്കിൾ. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഈ ഓപ്ഷൻസിൽ ഏതിലൊക്കെയാണ് പിന്റെ ജെൻഡർ നമുക്ക് മെയിലായിട്ട് കിട്ടുന്നത് നോക്കും. സോ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക, എം ഇൻറ്റു പി. എം ഇൻറ്റു പി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൻറ്റു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? സിസ്റ്റർ. എം സിസ്റ്റർ ഓഫ് പി. എം എന്ന് പറയുന്നത് പിയുടെ സിസ്റ്ററാണ്. സോ ഇവിടെ പിന്റെ ജെൻഡർ നമുക്കറിയുമോ? എം പിന്റെ സിസ്റ്ററാണ്. ആയിക്കോട്ടെ, പിന്റെ ജെൻഡർ എന്താ? പറഞ്ഞിട്ടില്ല. ജെൻഡർ സ്പെസിഫൈഡ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് താങ്കളാണ് പറയാൻ പറ്റുമോ? ഇല്ല. സോ ഓപ്ഷൻ നമ്പർ എ അല്ല. ഇനി അടിയിൽ തീർക്കാം. എസ് പെർസെൻറ്റേജ് പി. പെർസെൻറ്റേജ് പറയുമ്പോൾ എന്താ? ഫാദർ. സോ എസ് ഈസ് ദ ഫാദർ ഓഫ് പി. എസ് എന്ന് പറയുന്നത് പിന്റെ ഫാദർ ആണ്, സമ്മതിച്ചു. ബട്ട് പി ആരാ? സണ്ണാണോ ഡോട്ടറാണോ പറഞ്ഞിട്ടുണ്ടോ? എസ് പെർസെൻറ്റേജ് പി എന്ന് പറഞ്ഞാൽ എസ് ഈസ് ദ ഫാദർ ഓഫ് പി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. പിന്റെ ജെൻഡർ നമുക്ക് അറിയില്ല. സോ ഇവിടെ എന്തില്ല? ആൻസർ ഇല്ല. അടുത്തത് പി പ്ലസ് എസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലസ് എന്താ? മദർ. പി ഈസ് ദ മദർ ഓഫ് എസ്. പി ഈസ് ദ മദർ എന്ന് പറഞ്ഞാൽ തന്നെ എന്തായി? പിന്റെ ജെൻഡർ എന്താ? ഫീമെയിൽ ആണ്. ആണോ? അല്ല, നമുക്ക് എന്താ വേണ്ടത്? അങ്കിൾ ആണ്. സോ ഈ 3 ഓപ്ഷൻസും എന്തില്ല? പിന്റെ ജെൻഡർ. രണ്ടെണ്ണത്തിൽ ജെൻഡർ നമുക്ക് അറിയില്ല. സോ ജെൻഡർ അറിയില്ലെങ്കിൽ നമ്മൾ റിലേഷൻ എടുക്കില്ല. ദെൻ അടുത്തേലോ ഫീമെയിൽ ആയിട്ടാണ് കൊടുത്തത്. ഓപ്ഷൻ ബി എടുക്കുകയാണെങ്കിൽ ഫീമെയിൽ ആണ്. നമുക്ക് എന്ത് വേണം? മെയിൽ വേണം. സോ ഇനി ഒരേ ഒരു ഓപ്ഷൻ എന്ത് മാത്രമാണ്? ഓപ്ഷൻ നമ്പർ സി ആണ്. ചെയ്ത് നോക്കണോ? വേണ്ട, കാരണം ബാക്കി 3 ആൻസർ തെറ്റാണ്. സോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആകെ ഒരേ ഒരു ഓപ്ഷൻ എന്താ? സി ആണ്. സോ ഓപ്ഷൻ നമ്പർ സി ആണ് ആൻസർ ആയിട്ട് വരും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്നും കൂടി നിങ്ങൾ റിവൈൻഡ് ചെയ്ത് കണ്ടാൽ മതി കേട്ടോ. ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വട്ടം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവണം എന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക? 1-2 വട്ടം ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാവും. എന്നിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് എൻ്റെ ആയിരിക്കും അല്ലേ? സോ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കമൻറ്റ് അറിയിച്ചാൽ മതി. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നില്ല. നമ്മൾ മുന്നേ ചെയ്ത അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. അത്ര തന്നെ ഡിഫിക്കൽട്ടി ഇല്ല, സിമ്പിളാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സോൾവ് ചെയ്ത് ഇതിൻ്റെ ആൻസർ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. നിങ്ങൾക്കാണല്ലോ പഠിക്കേണ്ടത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, സോ ഈ ഒരു വീഡിയോ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് മാത്രമാണിത്. ഈ ഒരു സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ റെക്കമെൻഡേഷൻസോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും പേപ്പർ 1ൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഏത് ടോപ്പിക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ആ ടോപ്പിക്ക് നമ്മൾ നമ്മുടെ സീരീസിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? വീഡിയോ ചെയ്യുന്നുണ്ടാവും. സോ ക്ലിയർ അല്ലേ? ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ കാണാം.